ദേവഗുരുവും സർവേശ്വര കാരകനുമായ വ്യാഴം 2025 മെയ് മാസം 14-ാം തീയതി ബുധനാഴ്ച രാത്രി 10:36 ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുന്നു. വ്യാഴം നൽകുന്ന ഫലങ്ങൾ ഗുണമായാലും ദോഷമായാലും കാലതാമസം കൂടാതെ പെട്ടെന്ന് തന്നെ ലഭിച്ചു തുടങ്ങും എന്നത് ഈ ഗ്രഹത്തിൻ്റെ പ്രത്യേകതയാണ്. മൂലവും പൂരാടവും ഉത്രാടം ആദ്യ കാൽഭാഗവും അടങ്ങിയ ധനുക്കൂറുകാർക്ക് 2025 മെയ് 14-ാം തീയതി നടക്കുന്ന വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലേക്കുള്ള രാശിമാറ്റം 7-ാം ഭാവത്തിലേക്കാണ്. ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ദാമ്പത്യ ജീവിതം ഊഷ്മളമാകും. പരസ്പര ഉത്തരവാദിത്വബോധവും വിശ്വാസവും വർദ്ധിക്കും. ബിസിനസ് വിപുലീകരണം സാധ്യമാകും. കൂട്ടു ബിസിനസ്സുകൾ പ്രയോജനകരമാകും. തൊഴിൽപരമായ യാത്രകൾ കൊണ്ട് നേട്ടമുണ്ടാകും. മംഗല്യ തടസ്സങ്ങൾ നീങ്ങും. നല്ല വിവാഹാലോചനകൾ വന്നുചേരും. ഗ്രഹസുഖം അനുഭവപ്പെടും. ഐശ്വര്യം വർദ്ധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിലിൽ പ്രവേശിക്കുവാൻ കഴിയും. അശ്രദ്ധ മൂലം ചില പ്രയാസങ്ങളും നഷ്ടങ്ങളും സംഭവിക്കാം. വ്യാപാര രംഗത്ത് ഫലപ്രാപ്തി കൂടും. തൊഴിൽ മേഖലയിൽ പ്രശ്നങ്ങൾ കുറയുന്നതാണ്. കൂടുതൽ ശമ്പളത്തോടെ പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയും. ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ സ്ഥലമാറ്റം പ്രതീക്ഷിക്കാം. വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അവസരം അനുകൂലമാണ്. ഉന്നത സ്ഥാനീയർ ആയവരുടെ സഹായം ലഭിക്കും. പ്രതീക്ഷിക്കാത്ത സമയത്ത് കൂടുതൽ ധനം വന്നുചേരും. പുതിയ വാഹനമോ വീടോ ഫ്ലാറ്റോ സ്വന്തമാക്കും. ഗ്രഹനിർമ്മാണത്തിന് തുടക്കമിടുവാൻ കഴിയും. പുതിയ പ്രണയബന്ധങ്ങൾക്ക് സാധ്യതയുണ്ട്. ജീവിതം കൂടുതൽ അർത്ഥപൂർണമാകും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ഔദ്യോഗിക ജീവിതം തൃപ്തികരമായിരിക്കും. ചുമതലകൾ ഭംഗിയെ നിർവഹിക്കാൻ കഴിയുന്നതാണ്. പിണങ്ങിപ്പിരിഞ്ഞവർക്ക് വീണ്ടും ഇണങ്ങുവാനുള്ള അവസരമുണ്ടാകും. ഉദരരോഗത്തിനും നേത്രരോഗത്തിനും സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയുടെ സ്വത്തോ സമ്പാദ്യമോ ആവശ്യത്തിന് ഉതകും. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൽ ഉയർച്ച അനുഭവപ്പെടും. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള യോഗവും കാണുന്നുണ്ട്. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും.